സ്വാഗതം. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു സ്മോക്കാണ്. നമ്മൾ പബ്ജിയിലൊക്കെ കാണുന്ന ഇതുപോലെ ഇങ്ങനെ വലിക്കുമ്പോ കുറെ പുക ഇങ്ങനെ വരുന്നത്. ഞങ്ങൾ ചെയ്യാൻ പോവാണ്. എത്രത്തോളം വിജയിക്കും പറയാൻ പറ്റില്ല. അതിനൊക്കെ മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ പിന്നെ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു തീപ്പെട്ടി വേണം. ഇനി നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു ടിക് ടാക്കിന്റെ പെട്ടിയാണ്. ഇതിന്റെ പെട്ടിയും വേണം, അതിന്റെ ഉള്ളിലുള്ള ടിക് ടാക്കും ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ട വീട്ടിലൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഒരു മെഴുകുതിരി, പിന്നെ ഒരു നല്ല മൂർച്ചയുള്ള ബ്ലേഡ്, പിന്നെ ഇതുപോലത്തെ ഒരു റിങ് വേണം. നമ്മുടെ കീ ചെയിനിലൊക്കെ കാണുന്ന ടൈപ്പ് റിങ് ആണ്. പിന്നെ നമ്മുടെ പടക്കത്തിനൊക്കെ ഉപയോഗിക്കുന്ന തിരിയാണിത്. ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്ത് തീപ്പെട്ടിയിലെ കൊള്ളികളൊക്കെ താഴോട്ടിടാം. ഇത് നമുക്ക് അതിൻ്റെ മുകളിലെ മരുന്നുകളൊക്കെ എടുക്കാനുണ്ട്, അതുകൊണ്ടാണ് ഈ പേപ്പർ വെച്ച് ചെയ്യണത്. ഇനി ഇതുപോലത്തെ ഒരു നെയിൽ കട്ടർ എടുത്ത് നമ്മുടെ തീപ്പെട്ടിയുടെ മുകൾ ഭാഗത്തുള്ള ആ മരുന്നൊക്കെ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് അതിൻ്റെ മരുന്നൊക്കെ കളക്ട് ചെയ്യാം. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് നെയിൽ കട്ടറാണ്. നമുക്കിനി ഇതുപോലെ തന്നെ എല്ലാ കൊള്ളികളിലെയും മരുന്നൊക്കെ എടുക്കണം. അതുകൊണ്ട് കുറേ സമയം പിടിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇത് സ്പീഡിൽ അടിച്ചുവിടാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ എല്ലാ കൊള്ളികളിലെയും മരുന്ന് കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ മരുന്നാണ് നമ്മുടെ സ്മോക്ക് കത്താൻ ഉപകരിക്കുന്നത്. ഇനി നമുക്ക് ആ മരുന്നുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു പെട്ടിയിലേക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പണി നോക്കാം. ഇനി നമുക്ക് ആ ടിക് ടാക്കിൻ്റെ പെട്ടി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ടിക് ടാക്കുകളൊക്കെ പയ്യെ പുറത്തേക്ക് എടുക്കാം. അതിലെ മൊത്തത്തിൽ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് എല്ലാം എടുക്കുക. ഇനി നമുക്കത് ഓരോന്നായിട്ട് എടുത്തിട്ട് കല്ല് എന്തെങ്കിലും വെച്ച് അത് പൊടിച്ചു കൊടുക്കാം. നന്നായിട്ട് പൊടി പോലെ ആക്കി എടുക്കുക. ഇതും നമ്മുടെ സ്മോക്ക് ഉണ്ടാക്കാനുള്ള വലിയ പ്രധാനപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് സൂക്ഷിച്ച് സെറ്റപ്പായിട്ട് പൊടിച്ചെടുക്കുക. ഞങ്ങൾ കുഴപ്പമില്ലാണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും ഒരു ബോക്സിലാക്കി നമുക്ക് എടുത്തു വെക്കാം. ഇപ്പം ഞങ്ങൾ ഒരു പെട്ടിയിൽ മരുന്നും പിന്നെ മറ്റേ പെട്ടിയിൽ ടിക് ടാക്കിൻ്റെ പൊടിയായിട്ട് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ച മെഴുകുതിരി എടുത്ത് ഒരു ബ്ലേഡും കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കീറിയെടുക്കാം. നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നല്ല കട്ടി കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ മെഴുകുതിരി നമുക്ക് കൂടുതൽ പുക വരുത്താൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക. മറ്റേ ടിക് ടാക്ക് പൊടിച്ച പോലെ തന്നെ ഈ മെഴുകുതിരിയും നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടിക് ടാക്കിൻ്റെ പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ ഇതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം പുട്ട് കൊയ്ക്കണ പോലെ അങ്ങോട്ട് കൊഴിച്ചു കൊടുക്കുക.
ഇപ്പൊ നമ്മുടെ സ്മോക്കിന്റെ ഫ്യൂവല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്മോക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ടിക് ടാക്കിന്റെ പെട്ടിയുടെ മുകളിലുള്ള ഭാഗം ഊരി കളഞ്ഞിട്ട് ആ ഫ്യൂവല് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന്റെ മുക്കാ ഭാഗവും ഫ്യൂവല് വേണം. ഇനിയാണ് നമുക്ക് പടക്കത്തിന്റെ തിരിയുടെ ആവശ്യം. അതിന്റെ 2 സൈഡിലും മറ്റേ തീപ്പെട്ടിക്കൊള്ളി വച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ 2 സൈഡിലും തീപ്പെട്ടിക്കൊള്ളി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അത് കറക്റ്റായിട്ട് വെച്ച ശേഷം ഗ്ലൂ ചെയ്ത് കൊടുക്കുക. അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. നിങ്ങൾക്ക് മറ്റു പശകളും ഉപയോഗിക്കാം. ഇപ്പൊ ഞങ്ങളത് ഗ്ലൂ ചെയ്ത് നല്ലോണം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടിക് ടാക്കിന്റെ പെട്ടിയുടെ ഉള്ളിലേക്ക് അത് നന്നായിട്ട് ഇറക്കി വെക്കാം. ആ ഫ്യൂവലിന്റെ അടി വരെയും ആ തിരിയുടെ ആവശ്യമുണ്ട്. ഇനി നമുക്കത് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് സെറ്റാക്കി വെക്കുക. ഇനി ആ ടിക് ടാക്കിന്റെ ആ ചെറിയ മൂടി ഒരു ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ആ തീപ്പെട്ടിയുടെ ആ കൊള്ളി ഉരയ്ക്കണ ഭാഗം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ആ റിങ് എടുത്ത് അതിന്റെ സെന്റർ ഭാഗത്ത് വെച്ച് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി വെക്കാം. നമ്മുടെ സ്മോക്കിന്റെ കുളത്തായിട്ട് വെക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ആ തിരി വെച്ച സ്ഥലത്ത് ഇതുപോലെ വെച്ച് റബ്ബർ ബാൻഡ് വെച്ച് ചുറ്റണം. അതിനുവേണ്ടി ഞങ്ങൾ ആ റബ്ബർ ബാൻഡ് എടുത്ത് നന്നായിട്ട് ചുറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് ചുറ്റി കൊടുക്കണം. ഇപ്പൊ നമ്മുടെ സ്മോക്കിന്റെ മേക്കിംഗ് പ്രൊസീജിയർ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതെങ്ങനെ വർക്ക് ആവണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്മോക്കിന്റെ കൊളുത്തുമ്പോ പിടിച്ച് വലിക്കുമ്പോൾ തീപ്പെട്ടി കത്താൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ സ്മോക്ക് പ്രൊഡ്യൂസ് ആവും. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് ആ ടിക് ടാക്കിന്റെ പൊടി ഇച്ചിരി കൂടിപ്പോയി. എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ആ ടിക് ടാക്കിന്റെ പൊടി കുറച്ചാക്കാൻ നോക്കുക. അപ്പൊ പിന്നെ എന്താ പറയാ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായി ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ കുറച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൽ നല്ല വീഡിയോകളുമായി വീണ്ടും വരും. അതുവരേക്കും ക്യാമറമാൻ സമീറിനൊപ്പം ഇറ്റ്സ് മീ സൽമാൻ സൈനിങ് ഔട്ട്.